സിനിമാ കഥകളെ വെല്ലുന്ന രീതിയിൽ കഥയും തിരക്കഥയും തയ്യാറാക്കി തികഞ്ഞ ആസൂത്രണത്തോടെ കൊല നടത്തിയൊരു മകൻ. ദൃശ്യം സിനിമ ഇറങ്ങുന്നതിനും 7 വർഷം മുമ്പേ നടന്നൊരു കൊലപാതകം. തന്റെ മകനൊരു കൊലയാളിയാണെന്ന് മകനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസിനോട് പറയേണ്ടി വന്നൊരു അച്ഛൻ. കൊല്ലപ്പെട്ടത് 20 വർഷത്തോളം കാലം തലോലപ്പറമ്പിലെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ സജീവമായി നിന്നൊരു വ്യക്തി, മാത്യു കാനായി. എത്ര വിദഗ്ധമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കുറ്റകൃത്യമായാലും ദൈവം കോർത്തിടുന്ന ഓരോ കുരുക്കുകളുണ്ട്. ദൃശ്യം സിനിമയുടെ ആൻറ്റി ക്ലൈമാക്സ് ആണ് തലയോലപ്പറമ്പിൽ സംഭവിച്ചത്. പണത്തിന്റെ പേരിൽ തുടങ്ങിയൊരു തർക്കം. നൈസയുടെ അപ്പൻ ജീവിച്ചിരിപ്പില്ലേ, പുള്ളിനെ കൊന്നതാ. എന്റെ മനോ കൊന്നെന്ന് എനിക്ക് മനസ്സിലായി. മാത്യു പറഞ്ഞ ആളെ നേരത്തെ മുതൽ തന്നെ അറിയാവുന്നതാണ്. കാരണം കഴിഞ്ഞ 20 വർഷത്തിലധികമായി തലയോലപ്പറമ്പിൽ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിട്ട് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ മാത്യുവിനെ എനിക്കറിയാവുന്നതാണ്. അദ്ദേഹം തടിമില്ല് വാടകയ്ക്കെടുത്ത് പണി നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. ആ കൂടെ തന്നെ ഉപജീവനത്തിൻ്റെ ഭാഗമായിട്ടെന്നോണം നാട്ടിൽ സാധാരണ ഉള്ളതുപോലെ തന്നെ പലിശയ്ക്ക് പണം കൊടുക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ആളും കൂടിയായിരുന്നു. ഒരുപാട് പേർക്ക് പൈസ കടം കൊടുത്തിരുന്നു. ബാങ്കിൽ ലോണ് വെച്ച് പൈസ എടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് പലിശയ്ക്ക് പൈസ കൊടുത്തിരുന്നത്. പണമിടപാടുമായി ബന്ധപ്പെട്ട് തലയോലപ്പറമ്പിലെ സ്റ്റിക്കർ വർക്ക് നടത്തിക്കൊണ്ടിരുന്ന അനീഷുമായി ബന്ധപ്പെടുകയും അനീഷ് സാമ്പത്തികം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുകയും പകരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭൂമി വീട് ഇരിക്കുന്ന സ്ഥലം പതിച്ചു കൊടുത്തതായിട്ടാണ് അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളത്. കടയിട്ട് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അധികം താമസിക്കാതെ ഈ മാസ്റ്റർ എന്ന് പറഞ്ഞ ബ്ലേഡുകാരൻ വന്ന് കടയിൽ പതിച്ചു. അവൻ ബ്ലേഡ് നടത്തിയ കൂട്ടത്തിൽ ഇവൻ ഈ കടയിൽ വരുന്ന വരുമാനം ഇവൻ കണ്ടു മനസ്സിലായി. ഈ കടയിൽ വരുന്ന വരുമാനം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അവൻ തെങ്ങിയിരിക്കും. പലിശയ്ക്ക് പണം കൊടുത്തിരുന്ന വ്യക്തിയായിരുന്നു മാത്യു. തലയോലപ്പറമ്പിൽ ജോലി ചെയ്തിരുന്ന അനീഷ് തന്റെ വീടിന്റെ രേഖകൾ ഈടുവെച്ച് മാത്യുവിൽ നിന്നും പണം കടം വാങ്ങുന്നു. അപ്പോഴും എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ മകനും നിലക്കിനിക്കാൻ രക്ഷയില്ലാത്ത രീതിയിൽ കടം അതും വരുത്തി വെച്ചിരിക്കും മാത്രം. എന്റെ മകൻ അറിയാത്ത ബ്ലേഡുകാരി ഈ കോട്ടയം ജില്ലയിൽ അവസാനം എന്നെ കൊണ്ട് വന്ന് ബലം പ്രയോഗിച്ച് കൊണ്ടുപോയി ഈ മാത്തൻ എന്റെ കട 1 ലക്ഷം രൂപയ്ക്ക് ഇയാൾ പണം എഴുതി മേടിച്ചു. ഏകദേശം 1 മാസം 1 വർഷം 1.5 കൊല്ലം കഴിഞ്ഞില്ല. പലിശക്ക് പലിശ, കൂട്ടുപലിശ, അതിന്റെ പലിശ എല്ലാ പലിശകളും കൂടി 3.5 ലക്ഷം രൂപ. എന്നാ ഒന്നില്ലെങ്കിൽ എന്റെ 3 ലക്ഷം രൂപ തന്നെ എന്റെ കടം വീട്ടണം. അതല്ലെങ്കിൽ പലിശ മാസം മാസം തന്നിരിക്കണം. ഇതല്ല എങ്കിൽ ഈ 5 സെന്റ് സ്ഥലവും പേര് കേട്ടു കൊടുക്കണം. അപ്പോൾ അത് തിരിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിലും അതുമായി ബന്ധപ്പെട്ട് നടന്ന തർക്കമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പ്രതിയുടെ വെളിപ്പെടുത്തൽ അനുസരിച്ച് മാത്യു എന്ന് പറഞ്ഞ ആളുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ സഹിക്കവയ്യാതായതിൻ്റെ പേരിലാണ് കൊലപാതകം നടത്തിയതെന്നാണ് പ്രതി പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. മാൻ മിസ്സിങ്ങിന് കേസ് കൊടുത്തിരുന്നു. അന്ന് പോലീസ് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചിരുന്നു. പിന്നെ അത് പേപ്പറിലൊക്കെ വലിയ വാർത്തയായിരുന്നു. ഇങ്ങനെ മാത്തനെ തിരോധാനം എന്നൊക്കെ പറഞ്ഞ വാർത്തയുണ്ടായിരുന്നു. അല്ലാതെ അതിനെപ്പറ്റി ഒരു മുമ്പോട്ടൊരു അന്വേഷണമോ കാര്യങ്ങളോ ഒന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയോ വീട്ടുകാർ അതിന് വേണ്ടിയിട്ട് കൂടുതൽ മുമ്പോട്ട് വരികയൊന്നും ചെയ്യില്ല. തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രതീക്ഷ വരുമെന്നായിരുന്നു. കാരണം പുള്ളി ജീവിച്ചിരുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ പറയുമായിരുന്നു, ഇവിടെ നിന്ന് വിറ്റ് പോകണം, എവിടെയെങ്കിലും മാറി താമസിക്കണം എന്ന് പലപ്പോഴായിട്ട് പറയാറുണ്ട്. അതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നമ്മളോർത്ത് മനഃപൂർവ്വം പോയതായിരിക്കുമെന്ന്.
പിന്നെ നാട്ടുകാരെല്ലാവരും തന്നെ പറയുന്നുണ്ട് ഇവിടം വിട്ടു പോയിട്ട് പുള്ളി കുറേ സമ്പാദിച്ച് ആ പൈസ എല്ലാം കൊണ്ട് ഇപ്പം ലോണെടുത്ത പൈസയൊക്കെ ഉണ്ടല്ലോ, ആ പൈസയും മറ്റ് അല്ലാണ്ട് പൈസ നാട്ടുകാരോട് വാങ്ങിച്ചിട്ടൊക്കെ പോയി എവിടെയോ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൊടകിൽ കണ്ടു, മംഗലാപുരത്ത് കണ്ടു എന്നൊക്കെ ഞങ്ങളോട് പലരും പറഞ്ഞിട്ടുണ്ട്. അവിടെ കണ്ടു, ഞങ്ങൾ വ്യക്തമായിട്ട് കണ്ടു, സംസാരിച്ചു എന്ന് വരെയും പറഞ്ഞ ഒരാൾക്കാരുണ്ട്. അന്ന് ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചു എന്തെങ്കിലും അദ്ദേഹം തിരിച്ചു വരുമെന്ന് ഉള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ കാണാതായത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് അറിയാമായിരുന്നു. പക്ഷേ ഒരു കൊലപാതകത്തിലേക്ക്, അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു പ്രതീക്ഷ, അങ്ങനെ ഒരു കാര്യമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അദ്ദേഹം തിരിച്ചു വരും എന്ന് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ഞങ്ങളുടെ ആ അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട് എവിടെ ഉണ്ടാവുമെന്ന് തിരക്കി ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പോയായിരുന്നു. കാരണം ധ്യാനത്തിനൊക്കെ പോകുന്നൊരു വ്യക്തി ആയതുകൊണ്ട് അവിടെയൊക്കെ തിരക്കി പോകാൻ നേരത്ത് ഒപ്പം അനീഷും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മാത്യുവിനെ കാണാതായ നാൾ മുതൽ വീട്ടുകാർ മാത്യുവിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പള്ളികളിൽ മാത്യു ധ്യാനം കൂടാൻ പോകാറുള്ളതുകൊണ്ട് ആ വഴിയിലും വീട്ടുകാർ അന്വേഷിച്ചു. മാത്യുവിനെ തിരഞ്ഞിറങ്ങിയ വീട്ടുകാർക്കൊപ്പം അവരിൽ ഒരാളായി ഈ അനീഷും ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം അനീഷിനൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. കാരണം യാദൃശികമായിട്ട് ഒരു ക്രിമിനൽ കേസിൽ ഉൾപ്പെടുന്ന പോലെയുള്ള കാര്യങ്ങളല്ല അനീഷിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ളത്. തലയോലപ്പറമ്പിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത 2-3 പ്രാവശ്യമായിട്ട് നടന്നിട്ടുള്ള ഇൻസിഡൻറ്റിൽ വെച്ച് നോക്കുമ്പോൾ അനീഷ് കള്ളനോട്ടിൽ നേരിട്ടും അല്ലാതെ സുകന്യ വധക്കേസിൽ അദ്ദേഹത്തിൻ്റെ ഓണർഷിപ്പിലുള്ള വണ്ടി റെൻറ്റിന് കൊടുത്തിട്ടാണ് ആ വണ്ടിയിലാണ് ആ കുട്ടിയെ കൊണ്ടു നടന്നതൊക്കെ എന്നുള്ളത്. അതൊക്കെ ഇതെല്ലാം ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അനീഷ് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾ തന്നെയാണ്. തന്നെയുമല്ല, ഒരു 1 ലക്ഷം രൂപയുടെ മുക്കുപണ്ടം പണയം വെച്ച കേസുമായി ബന്ധപ്പെട്ട് പള്ളിപ്പുറത്തുശ്ശേരി ബാങ്കിൽ നിന്നും ഒരു കേസ് അനീഷിൻ്റെ പേരിൽ നിലവിലുണ്ട്. പല കള്ളനോട്ട് കേസുകളിലും കോട്ടയത്ത് നടന്നൊരു വധക്കേസുമായി തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ശിക്ഷയിലായിരുന്ന സമയം അവിടെയുണ്ടായിരുന്ന മറ്റൊരു പ്രതി പ്രേമനോട് പറഞ്ഞ ഒരു കൊലപാതക കഥയാണ് മാത്യുവിന്റെ കൊലപാതകം പുറലോകം അറിയാൻ ഇടയാക്കിയത്. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള പ്രേമൻ എന്ന് പറയുന്ന ഒരു കുറ്റവാളിയോട് അദ്ദേഹം ഇവിടെ നടന്ന കാര്യങ്ങൾ അനീഷ് പറയുകയും ഈ പ്രേമൻ എന്ന് പറഞ്ഞ ആൾ അതുമായി ബന്ധപ്പെട്ട് പ്രേമനുമായിട്ട് എന്തോ കണ്ടീഷൻ്റെ പുറത്താണ് പിന്നെ അത്ര അടുപ്പത്തിലായത്. എന്നാൽ അനീഷ് ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ പ്രേമനെ തിരിച്ച് സഹായിക്കാമെന്ന് പറഞ്ഞ കാര്യത്തിൽ എന്തോ വീഴ്ച വരുത്തിയതിൻ്റെ പേരിൽ പ്രേമൻ അനീഷിനെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ലെറ്ററുകൾ, അതായത് പ്രേമൻ്റെ ഫാദറിന് അയക്കുകയും എഴുത്തും വായനയും അറിയാത്ത ആൾ ആയിരുന്നുകൊണ്ട് അനീഷിൻ്റെ ഫാദർ ആ ലെറ്ററിൽ ഒരെണ്ണം അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിനെ കാണിക്കുകയും വായിച്ചു നോക്കുകയും ചെയ്തപ്പോഴാണ് ഈ ലെറ്ററിനെ കുറിച്ച് ഇത്രയും ഒരു വെളിപ്പെടുത്തൽ നടത്തുവാൻ അനീഷിൻ്റെ ഫാദർ തയ്യാറായത്. എത്ര വിദഗ്ധമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കുറ്റകൃത്യമായാലും ദൈവം കോർത്തിടുന്ന ഓരോ കുരുക്കുകളുണ്ട്. അനീഷിന് നേരെയുമുണ്ടായിരുന്നു അത്തരമൊരു കുരുക്ക്. സഹതടവുകാരൻ പ്രേമന്റെ രൂപത്തിൽ. അതിൻ്റെ പുറകിലുള്ളൊരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് അനീഷിൻ്റെ ഫാദറിൻ്റെ സ്ഥലം ഇപ്പോൾ ഈ മാത്യു എന്ന് പറഞ്ഞ ആളുടെ കുടുംബത്തിൻ്റെ കയ്യിൽ വശമുണ്ടെന്നുള്ള അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അനീഷിൻ്റെ ഫാദർ നൈസിയുമായി സംസാരിച്ച് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തുവാൻ തയ്യാറായത്. എൻ്റെ മകൻ ഈ കാർ എടുപ്പിച്ചതും ഈ കാർ എടുത്തതും ഞങ്ങളെ വളച്ച് വലയെ ചാടിക്കാനെന്നും ഞങ്ങളുടെ മുതൽ മുഴുവനും പിടിച്ചു വറങ്ങിയതാണെന്നും സഹിയടായപ്പോഴത്തെ എൻ്റെ മനം കൊന്നെന്ന് എനിക്ക് മനസ്സിലായി.
ഡിസംബർ 3-ാം തീയതി വന്നപ്പോഴും ഞാൻ ഇങ്ങനെ ഒരു വലിയൊരു നമ്മുടെ ജീവിതത്തെ തളർത്തുന്ന ഒരു സംഭവമായിട്ടാണ് പുള്ളി നമ്മുടെ അടുത്തോട്ട് കടന്നു വരുന്നതെന്നുള്ളൊരു ചിന്ത നമുക്കില്ല. വീടിന്റെ ആധാരം തിരികെ വാങ്ങാനായി മാത്യുവിന്റെ വീട്ടിലെത്തിയ വാസു നടന്ന സംഭവങ്ങളെല്ലാം നൈസിയോട് പറയും. പിന്നീട് നൈസിയും വാസുവും തമ്മിൽ നടന്ന ഫോൺ സംഭാഷണങ്ങൾ നൈസ് റെക്കോർഡ് ചെയ്യുകയും പോലീസിൽ അറിയിക്കുകയും ചെയ്യുന്നു. അന്ന് 7 മണി ആയപ്പോൾ പുള്ളി എന്നെ വിളിച്ചു. ആദ്യത്തെ കോൾ ഞാൻ എടുത്തില്ല, എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിപ്പോയി, ഉറക്കത്തിലായതുകൊണ്ട്. അപ്പോൾ പിന്നെ രണ്ടാമത് വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: നൈസിയുടെ അപ്പൻ ജീവിച്ചിരിപ്പില്ല, ഈ ഭൂമിക്ക് മേളിലില്ല, പുള്ളിനെ കൊന്നതാ, അതുകൊണ്ട് ഇത് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുമോ, എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അത്രയും പറഞ്ഞിട്ട് പുള്ളി ഫോൺ വയ്ക്കുമായിരുന്നു ഇത്. അപ്പം നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു പറച്ചിൽ കേട്ടപ്പം ഭയങ്കര ഒരു എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ഈ ഉറക്കപ്പിച്ചിൽ ഞാൻ എഴുന്നേറ്റിട്ട് വല്ല സ്വപ്നം കാണാം, എന്താ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം രാവിലെ വിളിച്ച് പറയുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ പുള്ളിനെ തിരിച്ച് വിളിച്ച് ഒരു 3-4 തവണ ഞാൻ പുള്ളിനെ വിളിച്ചു. അപ്പോഴും പുള്ളിയോട് ഞാൻ ചോദിച്ചു, ചേട്ടൻ എന്താ ഈ പറയണേ ഇങ്ങനെ? അപ്പോഴും ആ പുള്ളി ഉറപ്പിച്ച് പറയുക, നൈസിയുടെ അപ്പൻ ജീവിച്ചിരിപ്പില്ല, മരിച്ചു, കൊന്നതാണെന്നും പറഞ്ഞു. ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നൈസിക്ക് അത് എവിടെയെങ്കിലും അവതരിപ്പിക്കണമെങ്കിൽ അത് റെക്കോർഡ് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് നൈസി ഫോൺ കട്ട് ചെയ്തിട്ട് വീണ്ടും വിളിച്ച് സംസാരിച്ചതിന് ശേഷം ഇത് റെക്കോർഡ് ചെയ്തിട്ടാണ് പോലീസിന് വൈക്കം CIക്ക് അതുകൊണ്ട് ഡിസംബർ 4-ാം തീയതി വൈക്കം CIക്ക് പരാതി കൊടുക്കുകയും ഈ ഫോൺ റെക്കോർഡിങ് കൈമാറുകയും ചെയ്തു. ചേട്ടന് ഉറപ്പാണല്ലോ എൻ്റെ അപ്പം മരിച്ചു എന്നുള്ളത്? ഉറപ്പ് തന്നെ. കൊന്നതാണോ ഇത് ശരിക്കും? അതെ. എത്ര വർഷമായി മുമ്പ് കൊന്നു? 7 കൊല്ലായി. എന്നിട്ട് ചേട്ടൻ ഇത് അറിയായിരുന്നോ നേരത്തെ? എനിക്കറിയാൻ പാടില്ല, ഇപ്പഴാണ് അറിഞ്ഞത്. മോളെ എത്രയ്ക്കും വേഗം കൊടുത്തോ, ഞാൻ പറഞ്ഞോളൂ. പറഞ്ഞു ശരി ചേട്ടാ. കേട്ടാ. ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ചേട്ടാ മരിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു മരിച്ചു, കൊന്നതാണ്. ഞാൻ ചോദിച്ചു എത്ര നാളായി? 7 വർഷമായി. അപ്പോൾ പുള്ളി അപ്പം തന്നെ പറയുന്നുണ്ട്, പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തോ, ഞാൻ വന്ന് പറഞ്ഞോളാം. കോടതി വഴിയാണ് വൈക്കം പോലീസ് 10 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിച്ചിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിക്കുവാനും കണ്ടെത്തുവാനും സാധിച്ചത്. എന്നാൽ പ്രതിയുടെ ഭാഗത്തുനിന്ന് സംശയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള, തിരക്കഥയെ വെല്ലുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലുകളാണ് നടന്നത്. ഒരു കാര്യം പറഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ അത് മാറ്റി പറയുന്ന രീതി, അനീഷിൻ്റെ ആ രീതിയിലുള്ള വെളിപ്പെടുത്തൽ പോലീസിനെ ഒത്തിരിയധികം വട്ടം കറക്കുകയും പോലീസിൻ്റെ ഒരു പ്രസ്റ്റീജായി തന്നെ ആ വിഷയം മാറുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്നുള്ള ചോദ്യം ചെയ്യലിലൂടെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ അനീഷ് വെളിപ്പെടുത്തുന്നത്. മിസ്സിംഗ് ദിവസം അനീഷ് ഒപ്പം കൂടെ ഉണ്ടായിരുന്നുള്ളത് ഞങ്ങൾക്കറിയായിരുന്നു. കൃത്യം നടന്ന ദിവസം വൈകിട്ട് മാത്യു എന്ന് പറഞ്ഞ ആളുടെ സഹായി ഗിരീഷ് എന്ന് പറഞ്ഞ ആളെയും കൂട്ടിക്കൊണ്ട് തലയോലപ്പറമ്പിൽ അന്ന് ബാറുകളുള്ള സമയമാണ്. തലയോലപ്പറമ്പ് ഗോൾഡൻ പാർക്കിൽ മദ്യപിച്ചതിന് ശേഷം, ബാർ അടച്ചതിന് ശേഷം ഗിരീഷ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തെ മാത്യുവിൻ്റെ സഹായി, അദ്ദേഹത്തെ അനീഷിൻ്റെ സ്റ്റിക്കർ ഷോപ്പിൽ കൊണ്ടാക്കുകയും തുടർന്ന് അവിടെ നിന്ന് വീണ്ടും മദ്യം വാങ്ങിച്ച് കഴിച്ച് അസമയം വരെ മദ്യം കഴിച്ചതിന് ശേഷം ആണ് ഈ കൃത്യം നടത്തിയതെന്നാണ് അനീഷ് പോലീസിനോട് വെളിപ്പെടുത്തിയതായിട്ട് അറിയാൻ കഴിഞ്ഞത്.
അമിതമായി മദ്യപിച്ചതിന് ശേഷം മാത്തച്ഛനോട് എന്തോ കാര്യത്തിൽ പറഞ്ഞ് തെറ്റുകയും തുടർന്ന് കസേരയിലിരുന്ന മാത്യുവിനെ കഴുത്തിൽ കുടുക്കിട്ടതിന് ശേഷം കൊലപ്പെടുത്തുകയും തുടർന്ന് കസേരയിൽ തന്നെ ഇരുത്തി അനീഷ് കടയടച്ച് പോവുകയും പിറ്റേ ദിവസം വന്നിട്ടാണ് ഈ മാത്യുവിനെ അവിടെ കടയോട് ചേർന്ന് തന്നെ കുഴിയെടുത്ത് മാത്യുവിനെ കുഴിച്ചു മൂടുകയാണ് ഉണ്ടായത്. പ്രതി ഈ കൃത്യം ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കാറും എടുത്ത് നേരെ ഒരു വിജനമായൊരു സ്ഥലത്ത് റോഡ് സൈഡിൽ നമ്മുടെ വൈക്കം തൊടുപുഴ റോഡിൻ്റെ സൈഡിൽ പഴയ ന്യൂരാഗം തിയേറ്ററിനോട് ചേർന്നുള്ള വിജനമായൊരു സ്ഥലത്ത് കൊണ്ടുപോയി കാറ് പാർക്ക് ചെയ്തതിന് ശേഷം താക്കോലും മൊബൈലും അവിടെ വെളിസ്ഥലത്ത് വലിച്ചെറിഞ്ഞു എന്നാണ് പറഞ്ഞത്. അനീഷ് അവിടേക്ക് വന്നത് ഒരു കാറിലാണ്. പിന്നീട് ആ കാറിനെ പറ്റി കേസ് അന്വേഷണത്തിൽ ഒരു സ്ഥലത്ത് പോലും യാതൊരു കാര്യവും പരാമർശിക്കുന്നില്ല. സംഭവം നടന്ന കെട്ടിടം നേരത്തെ ഒരു 2 വർഷം മുമ്പ് പൊളിച്ച് പുതിയ ബിൽഡിങ്ങാണ് ഇപ്പോൾ അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ പഴയ ബിൽഡിങ്ങിൽ ഈ അനീഷ് സ്റ്റിക്കർ വർക്കുമായിട്ട് വാടകയ്ക്ക് ഉണ്ടായിരുന്ന ആളാണ്. ആദ്യം അനീഷ് പറഞ്ഞു അനീഷിൻ്റെ കടയുടെ പുറകിൽ വാക്ക് വേ ഉണ്ടായിരുന്നു, അതിൻ്റെ പുറകിൽ ഷെഡ് ഉണ്ടായിരുന്നു, ആ ഷെഡിനോട് ചേർന്നാണ് കുഴിച്ചിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ റോഡിൽ നിന്ന് ഏകദേശം 36 അടിയോളം പുറകിലാണെന്ന് പറഞ്ഞുകൊണ്ട് 36 അടിയോളം അളവ് വെച്ചിട്ട് അവിടെ പോലീസ് പരിശോധന നടത്തി. അതിനുശേഷം അനീഷ് പറഞ്ഞു കുറച്ചും കൂടി മുമ്പോട്ട് മാറിയിട്ടാണെന്ന് തോന്നുന്നു പറഞ്ഞു. പിന്നെ അനീഷിനെ സ്കെച്ച് ചെയ്തിട്ട് വീണ്ടും മുമ്പോട്ട് മാറി പരിശോധിച്ചു. അങ്ങനെ ആ അനീഷ് ഇരുന്ന കടമുറിയുടെ ആ ഒരു നിര മൊത്തം പുതിയ ബിൽഡിങ്ങിനകത്ത് മാന്തി നശിപ്പിക്കേണ്ടതായിട്ട് വന്നു. അവൻ ഓരോന്നും മാറ്റി പറയുമ്പോഴത്തേക്ക് ഒരാൾ കുഴിച്ചിട്ടത് അവിടെ ആ ബിൽഡിങ് വന്നെങ്കിൽ പോലും 3-ാം ദിവസം മാന്തുമ്പോഴത്തേക്കാണ് നമുക്കതിൻ്റെ അകത്ത് ആദ്യത്തെ ഇത് കിട്ടുന്നത്. അത് പിന്നീട് വേറെ ചോദ്യം ചെയ്യലുകളും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവൻ ആ സ്ഥലം പറയുന്നത്. അപ്പം ബാക്കിയുള്ള ഭാഗങ്ങൾ മാന്തുമ്പം അവൻ പോലീസുകാരെ വെറുതെ വിഡ്ഢികളാക്കുമല്ല ഞാൻ ചെയ്തത്. കെട്ടിടത്തിനകത്ത് തിരച്ചിലുകൾ നിർത്തിവെച്ചെന്ന് പോലീസ് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു ദിവസം സൈലൻ്റായിട്ട് ഇരുന്നതിന് ശേഷം പിറ്റേ ദിവസമാണ് വീണ്ടും വന്ന് അനീഷിനെ ചോദ്യം ചെയ്യലിൽ നിന്ന് അനീഷിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയ വിവരങ്ങളനുസരിച്ച് അനീഷിനെ കൂടി കൊണ്ടുവന്ന് രഹസ്യമായിട്ട് കൊണ്ടുവന്ന് സ്ഥലം സ്കെച്ച് ചെയ്തതിന് ശേഷം പുറത്തെ സൈഡ് മാന്തിയിട്ടാണ് ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. വാച്ച് ഞാൻ കണ്ടു. അത് അച്ചായിയുടെ തന്നെയാണെന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. പിന്നെ അത് കൺഫേം ചെയ്യാൻ ഞാൻ ഞങ്ങളുടെ ഫോട്ടോസിനകത്ത് ആ വാച്ച് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ തെളിവാണ് അച്ചായി അത് ഉപയോഗിച്ചിരുന്നതെന്നുള്ളത്. അനീഷിൻ്റെ വെളിപ്പെടുത്തൽ അതായത് 2 വർഷത്തിന് ശേഷം അവർ ബിൽഡിംഗ് പൊളിക്കുന്നു എന്നറിഞ്ഞപ്പോൾ തലയോട്ടി അടക്കമുള്ള ഭാഗങ്ങൾ എടുത്തുകൊണ്ടുപോയി പുഴയിലിട്ടെന്നാണ് അവസാനമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. DNA ടെസ്റ്റിന് പോകാനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. കാരണം 2ാമത്തെ ദിവസം കിട്ടിയ ബോൺസ് അത് ഫോറൻസിക്കാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏതോ റിസൾട്ട് വന്നിട്ട് DNA പോകാനായിട്ടിരിക്കുകയാണ്.
അദ്ദേഹം ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്. കാരണം അതുകൊണ്ട് തന്നെ യാതൊരു പശ്ചാത്താപമുള്ളതായിട്ടോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടി നിൽക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമൊന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടില്ല. എന്നാലും ഇപ്പോൾ അവൻ ഓൾറെഡി വേറൊരു കേസിലെ പ്രതി ആയതുകൊണ്ട് നമ്മുടെ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെടുത്തുമ്പം നല്ലൊരു ശിക്ഷ കിട്ടുമെന്നാണ് വിശ്വാസം. പക്ഷെ അവന് ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവൻ കാരണം എന്തെല്ലാം മറ്റുള്ളവർക്ക് അവന് ചുറ്റുമുള്ള വ്യക്തികൾക്ക് എന്തെല്ലാം സംഭവിച്ചു എന്ന് അവൻ അറിയുന്നുണ്ടോ? കാരണം അവൻ സ്റ്റേജ് കല്യാണം കഴിച്ചു. ആ പെണ്ണിൻ്റെ ജീവിതം, കുഞ്ഞുങ്ങളായ 2 പിള്ളേർ, ഏറ്റവും ഇളയ കൊച്ചിന് 5 വയസ്സ് പൂർത്തിയായിട്ടേ ഉള്ളൂ. ആ 2 പിള്ളേരെ ഒന്ന് ഇവനെന്താ ഓർക്കാതിരുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ദൃശ്യം സിനിമയുടെ ആൻറ്റി ക്ലൈമാക്സ് ആണ് തലയോലപ്പറമ്പിൽ സംഭവിച്ചത്. ദൃശ്യം സിനിമയിൽ ക്ലൈമാക്സിൽ ബോഡി കണ്ടെത്താതെ കേസ് അവസാനിപ്പിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇവിടെ നേരെ തിരിച്ച് ബോഡി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ബിൽഡിംഗ് പൊളിക്കുന്ന ഒരു ക്ലൈമാക്സാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അച്ഛന് ഒരു പക്ഷേ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ ഇല്ലാതായി. ഇനിയിപ്പോൾ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന നടപടി, നാട്ടുകാർ ഏത് രീതിയിൽ ഇവരെ കാണും, അതെല്ലാം ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഞങ്ങളുടെ സ്ഥലം MLA ആശ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് സംസാരിച്ചു. അതിനെപ്പറ്റി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാങ്കിലേണ്ട ഒരു 1.25 ലക്ഷം രൂപയുടെ ബാധ്യത ആ ആധാരത്തിൻ്റെ മേലിലുണ്ട്. അതും ഈ മാത്യുവിൻ്റെ സ്ഥലവും കൂടി ഒരുമിച്ച് പ്ലഡ് ചെയ്തിട്ടാണ് KSFയിൽ നിന്ന് 30 ലക്ഷം രൂപയോളം ലോൺ എടുത്തത്. അതിലാണ്ട് ഈ അനീഷിൻ്റെ ഫാദറിൻ്റെ പിതാവിൻ്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട 1.25 ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടാകും. തീർത്താൽ അവർ ആധാരം തിരിച്ചു കൊടുക്കാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും ഒരു തെറ്റും മറച്ചു വെച്ചാൽ അത് എന്തെങ്കിലും പുറത്തു വരും എന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവാണ്. മാത്യുവിന്റെ മരണത്തോടെ ജീവിതം വഴിമുട്ടിയെങ്കിലും തന്നെ കൊണ്ടാകുന്ന തരത്തിലുള്ള സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുന്നുണ്ട് മാത്യുവിന്റെ മകൾ നൈസി. എൻ്റെ ഒരു സുഹൃത്ത് റെജി എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരി ഉണ്ടായിരുന്നു. ഞങ്ങൾ എറണാകുളത്തോട് വെച്ചുള്ളൊരു പരിചയമാണ്. പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡിന് ഇങ്ങനെ കിഡ്നി ഫെയിലായതായിട്ട് പറഞ്ഞറിഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ കിഡ്നി ഡൊണേറ്റ് ചെയ്തത്. നൈസിയുടെ സുഹൃത്തിന്റെ ഭർത്താവിന് വേണ്ടി 2016 ജൂൺ 2 തന്റെ വൃക്കദാനം ചെയ്തു നൈസി, ആരും അറിയാതെ. നൈസിയുടെ ആ നല്ല മനസ്സിന് ശേഷൻ ടീമിന്റെ ഹാറ്റ്സ് ഓഫ്.